മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിനു പിന്നാലെ തന്റെ വിയോജന കുറിപ്പ് പരസ്യമാക്കി പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി. സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാണ് കേന്ദ്ര നടപടിയെന്ന് രാഹുൽ ആരോപിച്ചു. അംബേദ്കറുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ രാഹുൽ ഗാന്ധി അറിയിച്ചു. ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത എക്സിക്യൂട്ടീവ് ഇടപെടലുകളിൽ നിന്ന് മുക്തമായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് രാഹുൽ ഗാന്ധി തന്റെ വിയോജന കുറിപ്പിലൂടെ പറഞ്ഞത്. സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയെക്കുറിച്ചുള്ള കോടിക്കണക്കിന് വോട്ടർമാരുടെ ആശങ്കകൾ വഷളാക്കുകയാണ് ചെയ്യുന്നത് എന്ന് രാഹുൽ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സെലക്ഷൻ കമ്മിറ്റിയുടെ ഘടനയും പ്രക്രിയയും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും 48 മണിക്കൂറിനുള്ളിൽ കോടതി വാദം കേൾക്കാനിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അർദ്ധരാത്രിയിൽ തീരുമാനമെടുത്തത് അനാദരവും മര്യാദകേടുമാണെന്ന് രാഹുൽ വിമർശിച്ചു. അടുത്തിടെ കേന്ദ്രം കൊണ്ടുവന്ന നിയമമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം വിവാദങ്ങളിലേക്ക് നയിച്ചത്. പുതിയ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. ഈ പാനൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുമെന്നാണ് പുതിയ നിയമം. എന്നാൽ സെലക്ഷൻ കമ്മിറ്റിയുടെ നിഷ്പക്ഷത കവരാൻ ഇത് കാരണമാകുമെന്നാണ് പല ഭാഗത്തു നിന്നും ഉയരുന്ന പ്രധാന വിമർശനം. നേരത്തെ ക്യാബിനറ്റ് മന്ത്രിക്ക് പകരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇതാണ് മോദി സർക്കാർ മാറ്റിയത്. തുടർന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതേസമയം കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ ഗ്യാനേഷ് കുമാറിനെയാണ് രാജ്യത്തെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത്. ഹരിയാന മുൻ ചീഫ് സെക്രട്ടറി വിവേക് ജോഷിയെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായും നിയമിച്ചിട്ടുണ്ട്. നിയമനങ്ങളിൽ രാഹുൽ ഗാന്ധി വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ ഗ്യാനേഷ് കുമാർ ആന്ധ്ര സ്വദേശിയാണ്. കഴിഞ്ഞ മാർച്ചിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതരായത്. ഹരിയാനയിലെ ചീഫ് സെക്രട്ടറി വിവേക് ജോഷിയാണ് പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ പുതിയ നിയമപ്രകാരം ഗ്യാനേഷിനെ നിയമിച്ചിരുന്നു. 2023 മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നത്. ഈ നിയമപ്രകാരം സെർച്ച് കമ്മിറ്റി 5 സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ക്യാബിനറ്റ് മന്ത്രിയുമാണ് അന്തിമ തിരഞ്ഞെടുപ്പ് നടത്തുക. മുൻപ് ഈ പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അംഗമായിരുന്നു. എന്നാൽ ചീഫ് ജസ്റ്റിസിനെ മാറ്റി ക്യാബിനറ്റ് മന്ത്രിയെ സമിതിയിൽ അംഗമാക്കിയ നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പാനലിൽ കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷം ലഭിക്കുന്നതിനാൽ സ്വതന്ത്ര നിയമനം സാധ്യമല്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹർജി 19 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുക. പ്രതിരോധ മന്ത്രാലയത്തിലും ആഭ്യന്തര മന്ത്രാലയത്തിലും ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറി, സഹകരണ മന്ത്രാലയത്തിലെ സെക്രട്ടറി തുടങ്ങി നിരവധി സുപ്രധാന പദവികൾ ഗ്യാനേഷ് കുമാർ വഹിച്ചിട്ടുണ്ട്.